ഹായ് ഹലോ ഹാരിൻ, നമസ്കാരം. നമസ്കാരം. നേരിട്ട് തന്നെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കുവാണ്. ഹോട്ട് സീറ്റ് എന്താണെന്ന് ആര്യൻ അറിയാമോ? ചൂടുന്നില്ല, പക്ഷേ ഏകദേശം എനിക്കറിയാം. ഞാൻ 2-3 ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, ആര്യനെ കാണാനൊക്കെ നല്ല രസമാണ്, ഹാൻസം ആണ് എന്നൊക്കെയാണ് താങ്കളുടെ വിചാരം. താങ്കളുടെ റീൽസിലൊക്കെ അങ്ങനെയാണ് കാണുന്നത്. അതെ അതെ. ക്യൂട്ട്നെസ് വാരി വിതറിയാൽ കേരളത്തിലെ പെൺകുട്ടികൾ വീഴുമെന്നൊരു ചിന്തയുണ്ടോ? ചിന്തയൊന്നുമില്ല, വീടുവാണെങ്കിൽ വീഴട്ടെ, അത് അവരുടെ ഇഷ്ടം അല്ലേ? അല്ലേ, തുടക്കത്തിൽ തന്നെ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ആണല്ലോ. ഇല്ല, ഞാനാണോ ഇന്റർവ്യൂ? വേണമെങ്കിൽ ഇരിക്കാം, കുഴപ്പമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫർട്ടബിൾ, അങ്ങനെ ഇരിക്കാം, പ്രശ്നമൊന്നുമില്ല എനിക്ക്. വീഴണമെങ്കിൽ വീഴട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വീഴ്ത്താനൊരു പ്ലാൻ ഉണ്ട്. വീഴുന്ന അവരുടെ ഇഷ്ടമല്ലേ? ഞാൻ ഇനി വീഴണമെന്ന് പറഞ്ഞാൽ വീഴുവോ? എല്ലാവരും ഇല്ലല്ലോ, എല്ലാവരും ഏകദേശം അവരുടെ രീതിക്കാണല്ലോ വീഴുന്നത്. ചൂടാവുന്നില്ല, ഇത് ഞാൻ സംസാരിക്കുന്ന രീതി അങ്ങനെ. എനിക്ക് കുറച്ചൊരു ADHD ഉണ്ട്, പ്രശ്നമുണ്ട്, പ്രോബ്ലം, അറ്റൻഷൻ ഡിസോർഡർ ആയിട്ട്. അപ്പോൾ അത് ഞാൻ ഐ ബിക്കം ലിറ്റിൽ ഹൈപ്പർ സംടൈംസ്, ദാറ്റ്സ് ഓൾ. പക്ഷേ എൻ്റെ ഇമോഷൻസ് ഞാൻ കൺവേ ചെയ്യുന്ന സാധനമായിരിക്കും മെയിൻ. കൈയുടെ മൂവ്മെന്റും എക്സ്പ്രഷൻസ് ഒക്കെ അത് നിങ്ങൾ നോട്ടീസ് ചെയ്യണ്ട. ആക്ച്വലി അല്ല, എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. ഞാൻ കുറെ കാലങ്ങളായിട്ട് ഹോട്ട് സീറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇനി എന്തെല്ലാം കാണിച്ചാലും പറഞ്ഞിട്ടില്ലല്ലോ, എന്തെങ്കിലും കാണിച്ചാലും ഐ ഡോണ്ട് മൈൻഡ്. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും അത് സ്റ്റോപ്പ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ ഇറങ്ങി. ഓക്കെ, എന്താണ് ശരിക്കും ആര്യന്റെ ഒരു നിലപാട്? ആര്യനെ കണ്ടാൽ ഒരു മലയാളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് നിങ്ങളുടെ പേരിൽ തന്നെ ഒരു വ്യത്യസ്തതയുണ്ടല്ലോ. ആക്ച്വലി നിങ്ങൾ മലയാളിയാണോ അതോ? ഞാൻ ആക്ച്വലി ജനിച്ചതും പഠിച്ചതെല്ലാം കൊച്ചി തന്നെയാണ്. എന്റെ പേരൻസ് ഫ്രം ഡൽഹി, ലൈക്ക് they were born there and we are settled. I'm born and brought up in Kerala, Kochi. ഏകദേശം through my heart and brain ഞാൻ ഒരു മലയാളിയാണ്. പക്ഷേ in papers also I'm Malayali only. I'm born here no. അങ്ങനെ. ഓക്കെ, നിങ്ങളുടെ ഒരു മൊത്തത്തിൽ നിങ്ങളെ കുറിച്ച് പ്രൊഫൈലൊക്കെ നോക്കിയപ്പോൾ നിങ്ങൾ ആക്ടിങ് പഠിച്ചിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് എവിടെയോ കേട്ടിരുന്നു. ആക്ച്വലി ഒരു ആക്ടർ ആവാനായിട്ട് പഠിച്ചിട്ടൊക്കെ ചെയ്യണോ? ഇല്ല, അങ്ങനെ കമ്പൾസറി അല്ല. അങ്ങനെ പഠിച്ചിട്ട് ചെയ്താൽ അത് ശരിയാവും. എനിക്ക് അത് പേഴ്സണലി നല്ലായിരുന്നു. അപ്പൊ ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് തോന്നി, കുറച്ചുകൂടി കോൺഫിഡൻസ് തോന്നി. പക്ഷെ നമ്മള് പഠിച്ചില്ലെങ്കിലും യു ഹാവ് സം സപ്പോർട്ട്, നോ, ലൈക്ക് ഇൻ ടേംസ് ഓഫ് ഇഫ് യു നോ സമൺ ഇൻ ദ ഇൻഡസ്ട്രി, ഓർ നമുക്ക് പഠിക്കണമെന്ന് കമ്പൾസറി അല്ല, നമുക്ക് ബോൺ ടാലന്റും ആവാം. പക്ഷെ ഞാൻ എടുത്ത വഴി അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ ഒരു ഇന്റർവ്യൂവിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞു, കുറെ കൂടെ നല്ലത് ആക്ടിങ് പഠിച്ചിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ നമുക്ക് അങ്ങനെ അടച്ചു പറയാൻ പറ്റത്തില്ല, അത് മോശമല്ലേ? കാരണം അങ്ങനെ ആക്ടിങ് പഠിച്ചിട്ട് നമ്മുടെ ലെജൻസ് ഒന്നും ആക്ടിങ് പഠിച്ചിട്ട് നിൽക്കുന്നവരല്ലോ. പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഇങ്ങനെ മാറ്റി പറഞ്ഞോണ്ടിരിക്കും. ഇന്റർവ്യൂല് നിങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ലോ. കുറച്ച് 2 ദിവസം മുമ്പ് നടന്നൊരു ഇന്റർവ്യൂല് ആക്ടിങ് പഠിച്ചിട്ട് കുറച്ചുകൂടെ പഠിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആവുന്ന. അപ്പൊ ഇപ്പൊ ചെയ്യുന്ന ആക്ടർ, അപ്പൊ ദ ബെസ്റ്റ് ആക്ടേഴ്സിനെ നിങ്ങൾ എന്ത് പറയും? അവർ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അവര് പഠിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നാച്ചുറൽ ആക്ടിങ്, നമ്മുടെ നാച്ചുറൽ ആക്ടർ ഉണ്ടല്ലോ ലാലേട്ടൻ. ഞാൻ പറയട്ടെ, ഇൻ ദ ജംഗിൾ there are many animals, correct? അപ്പൊ നിങ്ങൾക്ക് വേറെ ആനിമൽസ് എല്ലാവർക്കും അവരായി ഹാബിറ്റാറ്റ് ഉണ്ട് ജീവിക്കാൻ. ടൈഗർ ഡസ് നോട്ട് ലിവ് ലൈക്ക് എ കൗ ഡസന്റ് ലിവ് ലൈക്ക് എ ടൈഗർ. ആക്ടറിനെയൊക്കെ കൗവും നിങ്ങൾ പറഞ്ഞത് അതോ നിങ്ങൾ ഒഫെൻസീവ് ആയിട്ട് എടുക്കണം സാധനം. ഞാനൊരു സാധനം പറഞ്ഞത് ക്യൂട്ട്നെസ് വാരി വിതർക്ക് സൂക്ഷിച്ചും കണ്ടു വേണം നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാൻ. കാരണം ഒരു ആക്ടർ ഈ കൗവ് കടുവ എന്നൊക്കെ പറയുമ്പോൾ ടൈഗർ എന്നൊക്കെ പറയുമ്പോൾ സെഗ്മെന്റിലെ ടൈഗർ ഓക്കെ, അങ്ങനെ അല്ല ഞാൻ പറയട്ടെ, കൗ എന്ന് പറഞ്ഞാൽ പശു. ഓക്കെ, മലയാളം അറിയാലോ. പക്ഷെ ഞാൻ ഒരു ആക്ടറിനെ പശു അല്ല വിളിച്ചത്, ഞാൻ ഒരു കമ്പാരിസന് വേണ്ടി ഒരു എക്സാമ്പിൾ തന്നത്. അത് വലിയ നിങ്ങളൊരു കാര്യം സമ്മതിക്കുവാണോ? ആക്ച്വലി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾ സമ്മതിച്ചു, നിങ്ങളൊരു ബോൺ ആക്ടർ അല്ല. ബോൺ ആക്ടർ ആയിരിക്കും, അറിയില്ല. പക്ഷെ ഞാൻ നിങ്ങളെ കുറിച്ച് വിശ്വാസം. ഒരു മിനിറ്റ്, നിങ്ങൾ ജനിച്ചപ്പോ ബോൺ സ്റ്റുഡന്റ് ആയിരുന്നു അല്ലല്ലോ? പക്ഷെ സ്കൂളിൽ പോയല്ലോ. നിങ്ങളാണ് ചോദ്യം ചോദിക്കുന്നത്. ബോൺ സ്റ്റുഡന്റും ബോൺ ആക്ടറും തമ്മിൽ രണ്ട് വ്യത്യാസം. നിങ്ങൾ എന്ത് ഫോളിഷൻസ് ഒക്കെ? എല്ലാവരും ആക്ടേഴ്സും സ്റ്റുഡന്റ് ആണ്. എവരി ഹ്യൂമൻ ഇസ് എ സ്റ്റുഡന്റ്. യു ലേൺ സംതിങ് ഫ്രം യുവർ മോം ആൻഡ് ഡാഡ്. ആണോ അല്ലേ? അപ്പൊ നിങ്ങൾ നമ്മൾ ജനിക്കുമ്പോ നമ്മൾ പഠിക്കുന്നത് അച്ഛനമ്മേന്റെ കയ്യിൽ നിന്നാണോ? ആണോ അല്ലേ? എന്ത് അച്ഛനമ്മയിൽ നിന്ന് പഠിക്കുന്നു? നോർമലി എവറി ഹ്യൂമൻ ഇസ് എ സ്റ്റുഡന്റ്. അപ്പൊ നമുക്ക് ഇൻഡിവിജ്വാലിറ്റി ഇല്ലേ? നമ്മൾ അച്ഛനമ്മയിൽ നിന്ന് മാത്രമാണോ പഠിക്കുന്നത്? അല്ല, നമ്മൾ തർക്കിക്കാനാണെങ്കിൽ തർക്കിച്ചു. ഒരിക്കലും ഇല്ല. നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു, നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഇനി ആ വേറെ വഴിക്ക് കൊണ്ടുപോകും. പക്ഷെ അത് മനസ്സിലാവുള്ളൂ, അതെന്തോ മണ്ടത്തരം. നിങ്ങളൊരു മലയാളിയാണോ? ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ നാച്ചുറൽ ആക്ടേഴ്സിനൊക്കെ നിങ്ങൾക്ക് അറിയാലോ. നാച്ചുറൽ ആക്ടേഴ്സും അൺനാച്ചുറൽ ആക്ടേഴ്സ് അങ്ങനെയൊന്നും ഇല്ല. എല്ലാവർക്കും എല്ലാ രീതിക്ക് അവരുടേതായ ഒരു സ്റ്റൈലിൽ ആക്ട്. മലയാളിയായിട്ട് നിങ്ങളോട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിക്കണ്ട, മലയാളിയായിട്ട് ചോദിക്കണ്ട, ഒരു ഇന്ത്യൻ ആയിട്ട് ചോദിച്ചാൽ മതി. നിങ്ങൾ കേരളീയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇന്ത്യയിലല്ലേ മലയാളി ജീവിക്കുന്നത്? പക്ഷെ നിങ്ങൾ എന്തിനാ മലയാളി, സൗത്ത് ഇന്ത്യൻ, തമിഴി, തങ്ങളി, ബീഹാരി, ബംഗാളി പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇന്ത്യ യൂണിറ്റി ഡൈവേഴ്സിറ്റി ആണ്. നമ്മൾ അങ്ങനെ പറഞ്ഞേ പറ്റൂ. അപ്പൊ തമിഴുണ്ട്, കന്നഡികയുണ്ട്, മലയാളിയുണ്ട്, എല്ലാവരും ഉണ്ട്. മനസ്സിലായോ? അത് അങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ.
ചോദിക്കാൻ പറയായിരുന്നു. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഒരു മലയാളി ആര്യൻ ഇന്ത്യനേക്കാൾ കൂടുതൽ ഞാനൊരു മലയാളിയാണ്, നിങ്ങളുടെ മലയാളി. അപ്പൊ നിങ്ങൾ മലയാളി എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ എല്ലാ മലയാളികളെ അപമാനിക്കുന്നതാണ്. നിങ്ങൾ മലയാളികളാണ്, നിങ്ങൾ അപമാനിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഇന്ത്യൻസ് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇന്ത്യൻസ് ആണോ കൂടുതൽ വില, അല്ലെങ്കിൽ മലയാളിയാണോ കൂടുതൽ വില? നിങ്ങൾക്ക് സോറി, ഇന്ത്യൻസ് ആണോ കൂടുതൽ വില? യു ഫീൽ ഇന്ത്യൻ ഐ ഷുഡ് ബി കോൾഡ് ആസ് എൻ ഇന്ത്യൻ ഓർ ഷുഡ് ബി കോൾഡ് ആസ് എ മലയാളി? പുറത്തു പോകുമ്പോൾ നമ്മൾ ഇന്ത്യൻ എന്നല്ലേ പറയുന്നത്, രാജ്യത്തിന് ഞാനൊരു മലയാളി എന്ന് പറയും. ബോധമുള്ള എല്ലാ ഇന്ത്യൻസിനും അറിയാം മലയാളി എവിടെയാണ് താമസിക്കുന്നത്. ലണ്ടനിലല്ലോ കേരളം ഉള്ളത്, ഇന്ത്യയിലല്ലേ കേരളം ഉള്ളത്. സോറി, അത് അറിഞ്ഞില്ല കേട്ടോ. ഞാൻ വെച്ചു ഇന്ത്യ അല്ല, നിങ്ങളുടെ പറച്ചിൽ കേട്ടാൽ അങ്ങനെ തന്നെ തോന്നും. നിങ്ങൾ ഭയങ്കര വലിയ പോയിന്റ് ആയിരിക്കും, സൗണ്ട് മാത്രമേ ഉള്ളൂ, സെൻസ് ഇല്ല. എനിക്ക് മനസ്സിലായി, സെൻസ് ഇല്ലാന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ആക്ടേഴ്സിനെ കൗവായിട്ടും ഈ പറയുന്ന വിളിച്ചിട്ടില്ല. ഞാനൊരു കമ്പാരിസൺ തരുമ്പോൾ നമുക്ക് എന്ത് എക്സാമ്പിൾ വേണമെങ്കിൽ എടുക്കാം. കമ്പാരിസൺ എന്തെല്ലാം കാര്യങ്ങൾക്ക് കമ്പയർ ചെയ്യാമായിരുന്നു. നിങ്ങൾക്ക് മറ്റു നടന്മാരെ വെച്ച് കമ്പയർ ചെയ്യാമായിരുന്നു. ബോൺ ആക്ടിംഗ് ചോദിക്കുമ്പോഴത്തേക്ക്, നാച്ചുറൽ ആക്ടിംഗ് ചോദിക്കുമ്പോൾ പശുവിനെ ആടിനെയൊക്കെ കമ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാവും. നിങ്ങൾ സെൻസിറ്റീവ്, നിങ്ങൾ ഭയങ്കര സെൻസിറ്റീവ് ആണ്, നോട്ട് സെൻസിബിൾ എന്ന് എനിക്ക് തോന്നുന്നു. എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാം. Your question does not make any sense. When I'm giving an answer to your question, that answer is making sense, but you're making ആണ്. This is not നിങ്ങൾ അറ്റാക്കിംഗ് ആണ്, അല്ല നിങ്ങൾ നിങ്ങളെ കുറിച്ചല്ല പറയുന്നത്. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്താണ് ചോദിച്ചോ? നിങ്ങൾക്ക് ഇൻസെക്യൂരിറ്റി ആണുള്ളത്, അതിനകത്ത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല, അതുകൊണ്ടാണ്. ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിൽ എന്ത് കാര്യത്തിൽ പറയാം. അപ്പൊ നിങ്ങൾ സെൻസിബിൾ ആണെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ സെൻസിറ്റീവ് ആണെന്ന് എനിക്ക് മനസ്സിലായി ഇത്രയും നേരത്തെ നിങ്ങളുടെ സംഭാഷണത്തിൽ നിന്ന്. ഓക്കെ, നിങ്ങൾക്ക് അതാണ് വിചാരം എന്റെ കുറിച്ച്? ഞാൻ പൊതുജനം എന്നല്ല പറഞ്ഞത്, എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ല പറയുന്നത്. നിങ്ങളൊരു ആക്ടർ ആണെന്ന് ആഗ്രഹിക്കുന്ന ആളല്ലേ നിങ്ങൾ? സിനിമയിലേക്കോ അല്ലെങ്കിൽ സീരിയലിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓക്കെ ഫൈൻ, ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് പോകാൻ ഒരു നായകനോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിനായകനോ ഐ മീൻ വില്ലൻ നായകൻ ഒക്കെ ആയിട്ട് അഭിനയിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, സ്വഭാവമായിട്ട് പൊതുജനം കാണുന്ന ഒരു വ്യക്തി, പബ്ലിക്കിന്റെ മുമ്പിൽ അഡ്രസ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സ്വഭാവമായിട്ട് നിങ്ങൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു സെൻസിറ്റീവ് ആയിട്ടൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അത് വല്ലാതെ ഒളിച്ചോടേണ്ടി വരുമല്ലോ. എന്റെ പ്രശ്നം ഞാൻ പറഞ്ഞു, ADHD ആണ്, കുറച്ച് സംസാരത്തിൽ കുറച്ച് സൗണ്ട് കൂടും. ശരി, ഓക്കെ, നമുക്ക് പോയിന്റിലേക്ക് വരാം. നിങ്ങൾ ഈ പറയുന്ന പോലെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ആര്യൻ എന്നല്ലേ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾ മലയാളിയും ആര്യനും ആയതുകൊണ്ട് ചോദിക്കുകയാണ്, മലയാളി ആസ് വെൽ ആസ് ഇന്ത്യൻ ആയതുകൊണ്ട് ചോദിക്കുകയാണ്. ഇന്ത്യൻ, മലയാളി, ആര്യൻ അങ്ങനെ ചോദിക്കണം. ഓ, അതിപ്പോ ഞാനല്ലേ തീരുമാനിക്കുന്നത്, നിങ്ങളുടെ രീതിയിലല്ലേ? നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലല്ലോ ഇവിടെ ഞാൻ ചോദിക്കുന്നത്. നിങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഞാനാണ് ഇവിടെ ഹോസ്റ്റ് ആയിട്ട്. ഓക്കെ, അപ്പൊ അത് സമ്മതിച്ചല്ലോ. ഓക്കെ, അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നത്? വെളിച്ചെണ്ണ മീൻസ് കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാക്ട് കോക്കനട്ട് ഓയിൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാലോ. നിങ്ങൾ നാട്ടിലല്ലേ പഠിച്ചത്? ഇവിടെ കൊച്ചിയിൽ തന്നെയാണോ പഠിച്ചത് വളർന്നതൊക്കെ? എന്റെ സ്കൂളിൽ അങ്ങനെ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ എല്ലാ കേരളത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മിക്ക ആഹാരങ്ങളും സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഒരു സ്റ്റാൻഡേർഡിലും എന്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ വെളിച്ചെണ്ണ അങ്ങനെ ഉണ്ടാക്കണം പഠിപ്പിച്ചിട്ടില്ല. ഞാൻ കുക്കിംഗ് അല്ല എടുത്തത് സ്കൂളിൽ. അല്ല, അത് ശരി, കുക്കിംഗ് അറിയാവുന്നവർ മാത്രമാണ് വെളിച്ചെണ്ണ കുറിച്ച് അറിയുന്നത്. എല്ലാ പച്ച മലയാളികൾക്കും അല്ലെങ്കിൽ പോട്ടെ, പച്ച മലയാളം വേണ്ട, സൗത്ത് ഇന്ത്യൻസിന് മാത്രമേ ഇന്ത്യക്കാർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ് വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയിലുള്ള ഒരു വൃക്ഷമാണല്ലോ, കേരവൃക്ഷമാണ്. നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത് വളരെ മോശം തന്നെ, വളരെ നാണക്കേടാണ്. കാരണം നിങ്ങളൊരു പ്രൈവറ്റ് 1 കിലോ അരിക്ക് എന്താണ് വില? 1 കിലോ അരിക്ക് എന്താണ് വില? 1 കിലോ അരിക്ക് എന്താണ് വില? ഏതാ റൈസ്? 5 വെറൈറ്റി ഉണ്ടല്ലോ, ബാസ്മതി ഉണ്ട്, ഇതുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ബാസ്മതി അല്ല, നമുക്ക് ഇവിടെ ഉള്ളത് ചാക്കരി, കുത്തരി അങ്ങനെയൊക്കെ പറയുന്നത്. ഇല്ല, ഇവിടെ ബാസ്മതി ഉണ്ട്. ഓക്കെ, ബാസ്മതിക്ക് എത്ര വില? ബാസ്മതിക്ക് എന്തിനാ ഞാൻ പറയുന്നത് നിങ്ങളുടെ വില? ഓ, അത് ശരി. ഉത്തരം കാസർഗോഡില് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ, കാസർഗോഡില് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ ബീഫിന് എത്ര വില അറിയോ? എല്ലാ ആളുകൾക്ക് അറിയാം, താമസിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാതെ. നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് മലയാളി ഇത്ര പുച്ഛം? മലയാളത്തിന് ഒരു പുച്ഛമല്ലായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ തോന്നി? കൊച്ചിയിൽ ജീവിച്ചിട്ട് നിങ്ങൾ കൊച്ചി സെറ്റിൽ ആയിട്ട് കൊച്ചിയിൽ പഠിച്ചു വന്നിട്ട് മലയാളി എന്ന് പറയുമ്പോൾ എന്താ ഒരു പരമ പുച്ഛം? പുച്ഛിക്കാന്ന് പറഞ്ഞല്ലോ, ഐ ലവ് മലയാളീസ്, ഒരു പ്രശ്നമില്ല എനിക്ക് അങ്ങനെ ഇവരായിട്ട്. അതിങ്ങടുത്ത് ദേ എന്നാ വല്ലതും കഴിച്ചോണ്ടിരുന്നു, ഇത് ബ്രെഡ് വല്ലതും കഴിച്ചോണ്ടിരുന്നു. കാരണം നിങ്ങൾക്ക് ഉത്തരവ് അരി എന്താണെന്ന് അറിയില്ല, വെളിച്ചെണ്ണ എന്താണെന്ന് അറിയില്ല, നിങ്ങൾക്ക് ഒന്നും അറിയില്ല. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഒരു ജാമും കൂടി തന്ന ടേസ്റ്റ് ആയിരിക്കും തോന്നുന്നു. അതാണ്, കൊടുക്ക് ജാമോ ബ്രെഡോ ബട്ടറോ ഒക്കെ കൊടുക്ക്. ബട്ടർ മതി, നല്ലത്. ഒരു പ്ലേറ്റ് ഇത്ര സെൻസിബിൾ ഇല്ലാത്ത കട്ട് ചെയ്യാനുള്ള സാധനം ഉണ്ടെങ്കിലും തരണേ. ഇങ്ങനെ മാത്രം ഒരു ഗസ്റ്റിന് ഇങ്ങനെ നിങ്ങള് ബ്രെഡ് മാത്രം തരുമോ? നിങ്ങൾ എന്റെ വീട്ടിൽ ഞാൻ ബട്ടറും എല്ലാം ഒരുമിച്ച് തന്നേനെ. ബ്രെഡ് പട്ടിക്കാരന്റെ പോലെ കഴിച്ചോന്ന് പറഞ്ഞാൽ സ്വീറ്റ് ആണല്ലോ അതിന്, ഈ ബ്രെഡ് പോലെ. ഞാൻ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ബ്രെഡ് പോലെ സ്വീറ്റ് ആണെന്നോ?
ഓ അത് ശരി, നല്ല കാര്യം. താങ്ക് യു വെരി മച്ച്. വെൽക്കം. ആ ഓക്കെ, ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇനി അതിന് മറുപടി ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ ചോദിച്ചോളൂ. നിങ്ങൾ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നു ലിവിംഗ് ടുഗദർ കൊള്ളാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ലിവിംഗ് ടുഗദർ നല്ലതാണ്, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 3 മാസം ഒരു പെൺകുട്ടിയെ കൂട്ടത്തിൽ താമസിപ്പിച്ച് നോക്കണം എന്നൊക്കെ പറഞ്ഞു. ഇതെന്താ വല്ല വണ്ടി ഫിയാൻസി ആണെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ, ഫിയാൻസി ആണെങ്കിലും വിവാഹം മാരേജ് കഴിഞ്ഞിട്ടില്ലോ. അല്ല ഇതെന്നാ ട്രെയിനിങ്, ഞാൻ ചോദിക്കട്ടെ, ഒരു ജോലിക്ക് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ട്രെയിനിങ് ഉണ്ട്, ഒരു മാസം ട്രെയിനിങ്. എവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ലിവിംഗ് ടുഗദർ ലീഗൽ ആണ്? ലിവിംഗ് ടുഗദർ ലീഗൽ എനിക്കറിയാം. കാര്യങ്ങളൊക്കെ അറിയാം, എന്താണ് വന്നതെന്ന് അറിയാം. ചോദിക്കട്ടെ, നിങ്ങളൊരു ആക്ടർ ആണ്, നിങ്ങൾ ഇവിടുത്തെ ഗസ്റ്റ് ആണ്, അപ്പൊ നിങ്ങൾ ചോദ്യങ്ങൾക്ക് ആൻസർ ഒരു ആൻസർ എങ്കിലും തന്നുള്ളൂ, ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾ ആൻസർ തന്നോ? ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അതിനെ ഡിഫെൻഡ് ചെയ്യുവാണ്. ഇത്ര പേടിത്തുറിയാണോ നിങ്ങള്? ട്രയൽ എടുത്തിട്ട് ഹലോ ഇന്ത്യ അറിയില്ല, ഇങ്ങോട്ട് നോക്കൂ, നോക്കി മുഖത്ത് നോക്കി സംസാരിക്കും. ഓ വിശപ്പാണോ? ഇതെന്നെ തീറ്റ മത്സരമാണോ ഇത്? കുക്കറി ഷോ ആണോ ഇത്? ഹോട്ട് സീറ്റ് ആണോ? ഞാൻ മാറിപ്പോയോ? വിളിക്ക്. ഹോട്ട് സീറ്റിൽ ബ്രെഡ് തന്നെ എനിക്ക് കഴിക്കണമെന്നുണ്ട്. പക്ഷെ ജാം ഉണ്ടോ? ഇല്ലേ, ഇല്ലല്ലോ. തിരിച്ചു വെച്ചേക്കും. ഇതിനൊരു തീരുമാനം ഉണ്ടാക്ക്, ഈ ബ്രെഡ് കഴിപ്പിന് ഒരു തീരുമാനം ഉണ്ടാക്ക്. ജാമോ അല്ലെങ്കിൽ കൊടുക്ക്, ഒരു ഗ്യാപ്പ് എടുക്ക. ഇതിവിടെ കുക്കിംഗ് ഷോ അല്ല നടക്കുന്ന ഒരു ബോധം ഉണ്ടല്ലോ അല്ലേ? പക്ഷെ നിങ്ങൾ ഒരു മിനിറ്റ്, ഈ ബ്രെഡ് എനിക്ക് ആരാ തന്നെ? ഈ ബ്രെഡ് എനിക്ക് ഇപ്പൊ ആരാ തന്നെ? ശരി, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. അടുത്ത ലിസൺ ടു മീ. അടുത്ത പോയിന്റിലേക്ക് ഇനി കളിയൊക്കെ മാറി കാര്യത്തിലേക്ക് വരൂ. ഈ വിവാഹ ജീവിതം ട്രയൽ എടുത്തിട്ട് ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ വിവാഹ ജീവിതം, മീൻ മാരേജ് ലൈഫ് ഒരു ട്രയൽ ആവാം. അതിൽ 3 months കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുമായിട്ട് താമസിച്ചതിന് ശേഷം വിവാഹം കഴിക്കണം എന്ന് പറയുന്നത്. അപ്പൊ കല്യാണത്തിന് മുമ്പ് നിങ്ങൾ മീറ്റ് ചെയ്യണമെന്ന് കമ്പൾസറി അല്ലല്ലോ. മീറ്റ് ചെയ്യണേ 3 മാസം, മനസ്സിലായോ? ആ 3 മാസത്തിന്റെ എക്സ്റ്റൻഷൻ ആണ് 1 വർഷം, മനസ്സിലായോ? യു കം ടു നോ യു മീറ്റ് ദ പേഴ്സൺ ബേസിക്കലി, മനസ്സിലായോ? അല്ല നിങ്ങൾ കേരളത്തിലെ ആൺകുട്ടികളെ ചീത്തയാക്കല്ലേ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള വൃത്തികേടുകളല്ലേ പറഞ്ഞു കൊടുക്കുന്നത്? കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും വീട്ടുകാർ സമ്മതിക്കോ? മലയാളി പെൺകുട്ടിയാണോ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ആവാം. ഓക്കെ, എന്തായാലും പെൺകുട്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവരുടെ വീട്ടുകാരോട് നിങ്ങൾ നേരിട്ട് പറയുമോ? നിങ്ങൾ നേരിട്ട് പറയുമോ അവരുടെ പാരന്റ്സിനോട്? ഇപ്പൊ നിങ്ങൾ കല്യാണ പെണ്ണ് കാണാൻ ചെന്നു, അല്ലെങ്കിൽ എനിക്ക് ഞങ്ങളുടെ മോള് ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് കല്യാണം കഴിക്കണമെന്നുണ്ട്. പക്ഷെ ഒരു 3-4 മാസം എനിക്ക് ഐ വോണ്ട് ടു സ്പെൻഡ് ടൈം വിത്ത് ഹർ ആൻഡ് ഐ വോണ്ട് ടു ഗെറ്റ് ടു നോ യുവർ ഡോട്ടർ മോർ. ഓക്കെ, അപ്പൊ എന്താ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തിരിച്ചു മറുപടി? ചിലപ്പോൾ പോടാന്ന്, അപ്പൊ ഞാൻ പോവും. തൊലിക്കെട്ടിയാണല്ലേ? ഇപ്പൊ പൊട്ടാമസിന്റെ തൊലിക്കെട്ടിയാന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ എന്തായാലും കുറെ ട്രൈ ചെയ്യും. 100% ഞാൻ കുറെ ട്രൈ ചെയ്യും. കൂടെ താമസിക്കാൻ, കല്യാണം കഴിക്കാൻ, താമസിക്കാൻ വേണ്ടിയല്ല, കൂടെ വരാൻ, ടു ബി വിത്ത് മീ, ടു ഗെറ്റ് എ ഗുഡ് ലൈഫ്. കല്യാണം കഴിച്ചാ പോരെ? ആണ്, പക്ഷെ എനിക്ക് 3-4 മാസം അവളുടെ കൂടെ നിക്കണമെന്നുണ്ട്. അല്ല, ഒരു പെൺകുട്ടിയെ മനസ്സിലാക്കണമെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, ഒരു കേരളത്തിലെ എന്നല്ല, ഒരു പെൺകുട്ടിയെ മനസ്സിലാക്കാൻ 3-4 മാസം മതിയോ? 3-4 മാസം എനിക്ക് വേണ്ടി കുറച്ചുകൂടി സാധനങ്ങൾ ക്ലിയർ ആവും, പേഴ്സണൽ എനിക്ക് വേണ്ടി. 3-4 മാസം നിങ്ങൾ കൂട്ടത്തിൽ താമസിപ്പിച്ച് നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് പറ്റുന്ന ഒരാളല്ലെന്ന് തോന്നി കഴിഞ്ഞാൽ ആ പെൺകുട്ടി നിങ്ങൾ ഉപേക്ഷിക്കും? ഇല്ല, മ്യൂച്വൽ ആയിട്ട് പോവാണെങ്കിൽ പോകും. പക്ഷെ ഞാൻ എന്റെ എഫേർട്ട് എപ്പോഴും 100% ആയിരിക്കും എന്റെ സൈഡിൽ നിന്ന്. ഓക്കെ, ഓ നിങ്ങൾ ഭയങ്കര മാതൃകാ പുരുഷനായിരിക്കും, മേ ബി അല്ലെ, കുലപുരുഷനായിരിക്കും. ഓക്കെ, അപ്പോ ആ പെൺകുട്ടി നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോവാ, അല്ലെങ്കിൽ നിങ്ങൾ ആ പെൺകുട്ടിയെ വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ, വേണ്ടാന്ന് കുട്ടിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മനസ്സിലായില്ല നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ ഫിയാൻസിൽ, അപ്പൊ അച്ഛൻ സമ്മതിക്കുന്നു, അമ്മ സമ്മതിക്കുന്നു, ഓക്കെ, നിങ്ങൾ ആ പെൺകുട്ടി പറയണം എനിക്ക് ആ പയ്യനുമായിട്ട് സമ്മതിച്ചു. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് 3 മാസം സ്പെൻഡ് ചെയ്യുന്നു, പരസ്പരം ഗെറ്റ് ടു നോ ഈച്ച് അതർ, അങ്ങനെയൊക്കെ ചെയ്യുന്നു. ബട്ട് ഒരു 3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ പേസ്, മറ്റേ പെൺകുട്ടിയുടെ കാര്യം നമുക്കറിയില്ല, നിങ്ങളാണല്ലോ ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പൊ നിങ്ങളോട് എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അല്ല, നിങ്ങൾ പറയുകയാണ് എനിക്ക് ആ പെൺകുട്ടിയെ ചില സ്വഭാവങ്ങൾ, എനിക്ക് ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, സോ ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് മച്ച്. ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരാളല്ല. ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പ്രേമം, ഇഷ്ടം, ലവ് ഒക്കെ തോന്നി. ബട്ട് 3 മാസം ഒരുമിച്ച് കഴിഞ്ഞപ്പോഴേക്കും, ഒരു 1.5 month കഴിഞ്ഞപ്പോൾ തന്നെ അപ്പോ നിങ്ങൾ വിവാഹം കഴിക്കും. ഇതൊക്കെ ഒരു അഭിനയമല്ലേ? അത് സിനിമയിൽ അഭിനയിച്ചാൽ പോലെ ഇവിടെ വന്നിരുന്ന് അഭിനയിക്കുന്നതിനാണ്. ഓ, ഇത് നിങ്ങളൊരു ജെന്യൂനിറ്റി അല്ല, നിങ്ങൾക്ക് മൊത്തത്തിൽ അഭിനയമാണ്. യഥാർത്ഥത്തിലുള്ള ആരെന്നെ കടത്തണമെങ്കിൽ എവിടെ വരണം? വീട്ടിൽ വരണോ? അല്ല, വീട്ടിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ വീട്ടിൽ എന്തായാലും വരണ്ട. വീട്ടിൽ പോയി. അല്ല, നിങ്ങളെ അല്ല, ഓക്കെ, എവിടെ നിന്നാ നിങ്ങൾ യഥാർത്ഥ ആരെ കാണാൻ പറ്റും? അത് ഞാൻ പറയില്ല, സീക്രട്ടാ. അത് എന്റെ ടെമ്പിൾ പോലെ ആക്ടിങ്ങിന്റെ. നിങ്ങൾ വീട്ടിൽ വന്നാണ് എന്താണ് കുഴപ്പം? ഇപ്പോൾ നിങ്ങളെ അറിയാൻ വേണ്ടി വീട്ടിൽ ഇപ്പൊ നിങ്ങൾ വരേണ്ട ആവശ്യം. നിങ്ങളുടെ വീട്ടിലോട്ട് ആൾക്കാരെ കേട്ടില്ലേ? ഇല്ല, കേറ്റും.
പിന്നെന്താ? പക്ഷെ അറിയാത്ത ഫസ്റ്റ് ടൈം ഒരു പ്രാവശ്യം മാത്രം മീറ്റ് ചെയ്ത ആൾക്കാർ കേട്ടില്ല അങ്ങനെ. ഇപ്പൊ എന്നെ പോലെ അറിയാവുന്ന ഒരു ആങ്കറിനെ നിങ്ങൾ കേട്ടില്ലെന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? എന്താ അങ്ങനെ പറഞ്ഞ നിങ്ങൾ എന്താ അറിയില്ലേ എന്നെ നിങ്ങൾക്ക്? അറിയാം അത് അറിയാന്ന് പറഞ്ഞ എന്താ? നിങ്ങളെ അറിയാം പക്ഷെ നിങ്ങൾ മൊത്തത്തിൽ ഫേക്ക് ആണ്, മൊത്തത്തിൽ സെൻസിറ്റീവ് ആണ്, മൊത്തത്തിൽ അറിയുന്ന എല്ലാവരും നിങ്ങൾ വീട്ടിൽ കേട്ടു. അറിയാവുന്നതല്ലേ നമ്മൾ വീട്ടിലോട്ട് നമ്മളെ ഒരാളെ ഇപ്പൊ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരുന്നു, ഞാൻ വീട്ടിൽ കേട്ടില്ലേ? ആര്യൻ, കച്ചൂരിയ, ഞാൻ അങ്ങനെ ഒരാളോട് പറഞ്ഞിട്ടില്ല. ഞാൻ പറയാതെ എന്റെ ഇന്റർവ്യൂവിൽ നിന്നും എന്റെ കഴിവ് കൊണ്ട് ആൾക്കാരെ തിരിച്ചറിഞ്ഞതാണ്. ഞാൻ ഒരാളോട് പറഞ്ഞിട്ട് ഞാൻ ശാരികയാണ്, ഞാൻ മൈൽസ്റ്റോൺ മേക്കേഴ്സ് ആങ്കർ ആണെന്ന് പറയാറില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ ആങ്കറിലാണ് സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കുന്നത്, മനസ്സിലായോ? എനിക്ക് തരുന്ന ജോബ് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അതിൽ ഫേക്ക് അല്ല. നിങ്ങൾ ആക്ച്വലി ജെനുവൻ ആണ്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ജെനുവൻ ആകുമ്പോഴേ നമ്മൾ ഒരിക്കലും പറയില്ല ഞാൻ ജെനുവൻ ആണ് അങ്ങനെ പറയുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ ഫേക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ. ആൾക്കാർ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ തന്നെയല്ല, നിങ്ങളിപ്പോ പറഞ്ഞത് ഞാനങ്ങനെ പറയില്ല. ഐ എം ഗുഡ്, ഐ എം വെരി നൈസ് എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഏറ്റവും വലിയ എന്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും വലിയ. അല്ല, നിങ്ങളിപ്പോ ഇവിടുന്ന് പറയുന്നത് ഞാൻ ഫേക്ക് ആണെന്നാണ് പറയുന്നത്. അല്ല പിന്നെ പക്ഷെ നിങ്ങൾ പറഞ്ഞ ഞാൻ ഫേക്ക് ആണ്. നിങ്ങൾ പറയുന്നതിന് അഭിനയിക്കാണെന്നാ പറയുന്നത്. പിന്നെ കാണുന്ന എല്ലാ വലിയ വലിയ ആക്ടേഴ്സ് ഫേക്ക് ആണല്ലോ. ഷാരിക പറയുന്നു എല്ലാ ആക്ടേഴ്സും ഫേക്ക് ആണെന്ന്. ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞു നിങ്ങൾ അഭിനയിച്ചാൽ നിങ്ങൾ ഫേക്ക് ആവുന്നു. നിങ്ങൾ അഭിനയിക്കാണെന്നാ പറഞ്ഞു എന്റെ മുമ്പിൽ വന്നിരുന്നത്. എന്റെ മുമ്പിൽ വന്നിരുന്നത് നിങ്ങൾ അഭിനയിക്കാന്ന് പറഞ്ഞു. പറഞ്ഞു. പക്ഷെ ഇപ്പൊ നാളെ ആസിഫ് അലി ഇവിടെ വന്നാൽ സംസാരിച്ചാൽ അഭിനയം അഭിനയിക്കല്ല. ഹി ഈസ് എ ജെനുവിൻ പേഴ്സൺ ഇൻ ഇന്റർവ്യൂസ്. Scientifically it's proven nobody can be their own selves. നിങ്ങൾ സയന്റിഫിക്കിനെ കുറിച്ച് നിങ്ങൾ ഇവിടെ ശാസ്ത്രത്തെ കുറിച്ച് പറയണം. മലയാളത്തിൽ സംസാരിക്കും. മലയാള ഇന്റർവ്യൂ ആണ്, മലയാളത്തിൽ സംസാരിക്കേ. കുഴപ്പമില്ല, എന്റെ കംഫർട്ടബിൾ ലാംഗ്വേജ് ഞാൻ പറയും. പുറത്താക്കിയോ ഇതൊരു നിങ്ങൾ എന്താണ് ഇങ്ങനെ അരഗന്റ് ആയിട്ട് നിങ്ങൾക്ക് തീരെ മര്യാദയിലൊരു മനുഷ്യന്ന് ഞാൻ പറഞ്ഞാൽ മലയാളത്തിലും ആൾക്കാർ ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. അതിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് മലയാളം മാത്രം അഭിനയിക്കുന്ന ഒരു ഷോയ്ക്ക് നിങ്ങൾ പെട്ടുപോകല്ലോ. എന്നാ അങ്ങനൊന്നും ഇല്ലല്ലോ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് തോന്നുന്നത് അരെ ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുകയാണ്. അതായത് നമ്മൾ ഈ ഹോട്ട് സീറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് ശ്രദ്ധിക്കുകയാണ്. നിങ്ങൾ ഭയങ്കര ഒഫൻഡീവ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അതായത് നിലപാടുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ, അതായത് ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ചോ നിങ്ങളുടെ ഒരു അഭിപ്രായത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അതില്ലെങ്കിൽ, അത് നിങ്ങളുടെ പ്രോപ്പറായിട്ട് ആൻസർ ഇല്ലെങ്കിൽ നിങ്ങൾ അറ്റാക്ക് ചെയ്യാണ്. എനിക്കത് മനസ്സിലാവും. ബിക്കോസ് നിങ്ങളെക്കുറിച്ച് കുറെ കൂടെ എക്സ്പീരിയൻസും കുറെ അധികം ആക്ടേഴ്സിനെയും നടന്മാരെയും നടിമാരെയും ഒക്കെ ഈ ഹോട്ട് സീറ്റിൽ കൊണ്ടിരുത്തി ചോദ്യം ചെയ്ത ഒരാളാണ് ഞാൻ. തിരിച്ചവരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊണ്ടു നടന്നൊരു ഹോട്ട് സീറ്റ് ഇതായിരുന്നില്ല. അവർക്ക് പക്ഷെ എത്ര നമ്മൾ ഒച്ചയിട്ടാലും, അവർക്കും എന്നെക്കാളും ഒച്ചയുണ്ട്, എനിക്ക് അവരെക്കാളും ഒക്കെ നമ്മൾ ഒച്ച മേളിലൊക്കെ പോയിട്ടുണ്ട്, എഴുന്നേറ്റ് പോയിട്ടുണ്ട്, വെള്ളം എടുത്തെറിഞ്ഞിട്ടുണ്ട്, തള്ളി മാറ്റിയിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അവരുടെ നിലപാടുകൾ അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ അതിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ പോലും അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്സ്, അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ്സ്, അവരുടെ സ്റ്റാൻഡ് അവർ ക്ലിയർ ആയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആര്യനെ സംബന്ധിച്ചിടത്തോളം ആര്യൻ അറിയാത്തത് കൊണ്ടാണോ അതോ അരഗൻസി കൂടുതൽ ഈ പറയുന്ന സംഭവങ്ങൾ ഉള്ളതുകൊണ്ടാണോ ആര്യനെ അത് വേറെ ഒരു തെറ്റായ ദിശയിലേക്ക് നയിക്കുന്നു? ആര്യൻ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല എനിക്ക് തരുന്നത്, അല്ലെങ്കിൽ ഒരു മറുപടി ആൻസർ അല്ല. പറയൂ. ബേസിക്കലി എനിക്ക് ADHD ഉണ്ട് ഞാൻ പറഞ്ഞു. അപ്പോ വോയിസ് റേസ് ആവും. സോ വെൻ ഐ എം ടോക്കിംഗ് നിങ്ങളും സംസാരിക്കും അതിനിടയിൽ. അപ്പൊ നിങ്ങളുടെ വോളിയം കുറച്ച് കൂടുതൽ കാരണം ഞാൻ അത് കീപ്പ് അപ്പ് ചെയ്യാൻ നോക്കും. അതാണ് ADHD പ്രശ്നം. മനസ്സിലായി? someone is talking in the room with one kind of a സൗണ്ട്, അതിന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയായിരിക്കും എൻ്റെ ഒരു ഇത്. അപ്പൊ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നു, അതിനിടയിൽ നിങ്ങൾ ഞാൻ നോട്ടീസ് കാരണം നിങ്ങൾ ഭയങ്കര ഫ്ലൈറ്റ് നിങ്ങൾ അതിനിടയിലും പറയുന്നുണ്ടോ യു ആർ ടോക്കിംഗ് ഇൻ ബിറ്റ്വീൻ വെൻ ഐ എം ടോക്കിംഗ്. സോ ഐ എം ട്രൈങ് ടു റേസ് ദ വോയിസ്. എൻ്റെ ഒഫെൻസീവ് ആയിട്ടല്ല, പക്ഷെ എനിക്ക് തോന്നിയത് നിങ്ങളെ ഒരു വോയിസ് സാധനം കീപ്പ് ചെയ്യാൻ വേണ്ടി. വേണമെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ, ഞാൻ ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ ദിസ് ഇന്റർവ്യൂ വിൽ ബി എ വേസ്റ്റ് ഓഫ് ടൈം ഐ ഫീൽ. അങ്ങനെയാണെങ്കിൽ കേട്ടോണ്ട് മാത്രം സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ വോയിസ് തന്നില്ല. മനസ്സിലായി? നിങ്ങൾ ഇങ്ങനെ നിങ്ങളാണ് എന്റെ വായടപ്പിച്ച് ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വോയിസ് തരുന്നില്ല. മനസ്സിലായി എനിക്ക്. നിങ്ങളുടെ പരിഗണന എനിക്ക് ആവശ്യം. ഞാൻ നിങ്ങളുടെ മറ്റേ വാവാവയോ പരിഗണിക്കാനായിട്ട് ഒരിക്കലും ആരാന്ന് നിങ്ങളുടെ വിചാരം? എന്റെ വിചാരം ഞാൻ ആര്യനാണ്. ആണല്ലോ. നിങ്ങൾ അല്ല, നിങ്ങളുടെ പ്രൊഫൈൽ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്നെ തോപ്പിക്കണം എന്ന് നിങ്ങൾ ഞാൻ പറയട്ടെ, എന്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടു വിചാരിച്ചിട്ട് എന്നെ ഇവിടെ വായടപ്പിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ? അതായത് ഷാരികയുടെ വായടപ്പിക്കണം, ഹോട്ട് സീറ്റ് വന്നിരുന്ന അവൾ എല്ലാരെയും ഖണ്ഡിച്ച് സംസാരിക്കും. പക്ഷെ ഞാൻ ഒന്ന് രണ്ട് ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. കള്ളം പറയില്ല. അപ്പൊ കേട്ടിട്ടില്ല എന്ന് പറയുന്നത് കള്ളമല്ലേ ഇപ്പൊ പറഞ്ഞത്? ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞത് കേട്ടിട്ടില്ല, കണ്ടിട്ടുണ്ട്.
അല്ല അപ്പൊ നിങ്ങൾ ചെവി അടച്ചു വെച്ചാണോ കാണുന്നത്? അതെ, മ്യൂസിക് സിസ്റ്റം ഓഫ് ആക്കിയിട്ടാണ് കോമഡി ആക്കാൻ വേണ്ടി ഇത്ര ബോർ കോമഡി ആക്കാൻ കുറച്ചൊരു നൈസ് കോമഡി പറയണ്ടേ. കോമഡി ഷോ ആണ് നടക്കുന്നത്. I've seen you before is what I've said. ഇതാണോ ഹോട്ട് സീറ്റ്? ഇത്രയും ഒരു എന്താ പറയുന്നത് ക്യാമറ പേഴ്സൺസ് ഇത്രയും നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഹോട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അയ്യേ കഷ്ടം. ഈ സെൻസിബിൾ അല്ലാത്ത കുട്ടിയൊക്കെ പ്രോഗ്രാം പ്രൊഡ്യൂസർ എങ്ങനെ ഞാൻ ഹാൻഡിൽ ചെയ്യും? എന്റെ ഒരു ലെവൽ ഓഫ് ആങ്കർ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? സംസാരിക്കണ്ടേ? എന്തിനാ അവളുടെ വിലകളെ വേണ്ടി പറയുന്നത് മനസ്സിലാവുന്നില്ല. സാരികയുടെ വിലകളെ വേണ്ടി എന്നെ കൊണ്ടുവന്ന് മോശമായി സമയം കളഞ്ഞു. അതും ശാരിക പോലത്തെ ചെറിയ പയ്യന്മാർ കോളേജൊക്കെ കഴിഞ്ഞതല്ലേ? ഇല്ലില്ല, സ്കൂളിലാണ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡില്. നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. കോളേജിലാണോ നിങ്ങൾ ക്യാമറ റെക്കോർഡിംഗ് എടുത്ത് നോക്കൂ. വെറുതെ ക്വസ്റ്റ്യൻ ചോദിച്ച കാര്യമില്ലല്ലോ. ആങ്കർ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ചോദിക്കാവോ? വിവാഹത്തിന് മുമ്പ് ഈ ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കുന്ന ഒരു അതിലാണോ നമ്മൾ പിന്നെ ആർഗ്യുമെന്റ് തുടങ്ങിയത്? ആ ടോപ്പിക്കിൽ തിരിച്ചു വരാം. ഈ 3 മാസം ട്രയൽ വേണമെന്നുള്ള സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പിൻവലിക്കണം. 3 മാസം ട്രയൽ വേണമെന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പിൻവലിക്കണം. സോറി, ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ ഫോൺ സൈലന്റ് ആക്കിയിട്ട് മിനിമം മര്യാദയല്ലേ? അയ്യോ അത് ഞാൻ ആക്ച്വലി ആക്ടിങ് ഇച്ചിരി ഓവർ ആണെന്ന് എനിക്ക് സംശയമുണ്ട് നിങ്ങളുടെ. അങ്ങനെയാണല്ലോ. ഇപ്പൊ ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ. നിങ്ങൾ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിൽ ആൾക്കാരുമായിട്ട്, അതായത് പാർട്ണറുമായിട്ട് വേണം, അതിൽ ട്രയൽ വേണം എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പിൻവലിക്കണം. ട്രയൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഐ വുഡ് വാണ്ട് ടു സ്പെൻഡ് സം ടൈം വിത്ത് ഹർ. അത് നിങ്ങളുടെ കാര്യം നിങ്ങൾ പോളിഷ് ചെയ്ത് പറയുന്നല്ലേ? അതിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് വരില്ലേ? ചിലപ്പോൾ വരില്ല, ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല. നിങ്ങൾ ഈ നാട്ടിലെ സമൂഹത്തിലെ സകല പെൺകുട്ടികളെ അപമാനിക്കുന്ന പരിപാടിയാണ് നിങ്ങൾ ഇരുന്ന് പറയുന്നത്. കഷ്ടം. ചിരിക്കുന്നോ? ഇതിന് അഹങ്കാരത്തിന്റെ ചിരി എന്ന് പറയും. നിങ്ങൾ എല്ലാത്തിനും ഇത്രയും മ്ലേച്ഛകരമായ ഒരു ഹോട്ട് സീറ്റ് ഞാൻ ഇതുവരെ കൈകാര്യം ചെയ്തിട്ടില്ല. ഞാൻ ഇത് അവസാനിപ്പിക്കും. ഹോട്ട് സീറ്റ് അവസാനിപ്പിക്കും ഞാൻ ഇവിടെ. എവിടെ പ്രോഗ്രാം പ്രൊഡ്യൂസർ എവിടെ? ഞാൻ ഇത്രയും കാലം ഇറങ്ങിപ്പോയി. എനിക്ക് അവരോട് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, അല്ല ഇത്രയും ചൈൽഡിഷ് ആയിട്ടുള്ള ഹോട്ട് സീറ്റ് മെച്ചോർഡ് അല്ലാത്ത ഒരു ഗസ്റ്റിനെ എന്തിനാണ് അപ്പോസ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാനിന്ന് പാവളിക്കാൻ ഇരിക്കുന്നത് ഇവിടെ. ഭയങ്കര മോശമായിട്ടാ. നിങ്ങൾ ഒരു ആങ്കർ ഒരിക്കലും കളിയാക്കരുത് എന്നെ കൊണ്ടുവന്നിട്ട്, മനസ്സിലായ? ഇതിനൊക്കെ എങ്ങനെ ഡീൽ ചെയ്യുമെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇവിടെ മറ്റേ കിൻഡർ ഗാർഡൻ അല്ലേ നടത്തുന്നത്? ഒരു ഇന്റർവ്യൂ അല്ലേ നടക്കുന്നത്? അത് ഹോട്ട് സീറ്റ് പോലെ ഷോയില് ആക്ടർ, ചൈൽഡ് ആക്ടറോ? ആവാം, അതുമായിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് 1983 അഭിനയിച്ചിട്ടുണ്ട് നിവിൻ പോളിയുടെ ഒരു പടത്തില്. ഓ റിയലി? നിങ്ങൾ ഓർമ്മകളെന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിരുന്നല്ലോ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമില്ല, പടങ്ങള് ചിലപ്പോ ഇഷ്ടാവില്ല. നിങ്ങളുടെ മെച്ചൂരിറ്റി, ഈ ഇമ്മെച്ചൂരിറ്റി ആണ് നിങ്ങളുടെ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ അത് മാറ്റിയാൽ നിങ്ങൾ കാണാനൊക്കെ കൊള്ളാം, നല്ല ലുക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു നോർത്ത് ഇന്ത്യൻ ലുക്ക് ഉണ്ട് നിങ്ങൾക്ക്. പക്ഷേ പെൺകുട്ടികളുടെ സങ്കല്പം, നമ്മുടെ കേരളീയ പെൺകുട്ടികളുടെ സങ്കല്പം ഇതാണെന്ന് എനിക്കറിയില്ല. നോർത്ത് ഇന്ത്യൻ ലുക്ക് എന്നാ പറഞ്ഞത്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ആക്കണേ? നമ്മളൊരു ഇന്ത്യൻ അല്ലേ? എത്ര വർഷം പറഞ്ഞു സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ബംഗാളി, ബീഹാറി. അത് ഭയങ്കര മോശമാണ്. നമ്മളൊരു പോകുന്ന വഴിക്ക് ഒരാളിങ്ങനെ എടാ ബംഗാളി എന്ന് വെച്ചാൽ അത് ഭയങ്കര വിഷമം ഒരാൾക്ക്. അങ്ങനെ ഒരിക്കലും പറയരുത്. നിങ്ങൾ എപ്പോഴും ഒരു ഇന്ത്യൻ രീതിക്ക് അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റി എന്ന രീതിക്ക് നിങ്ങൾ ഒരിക്കലും സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ. നിങ്ങൾ ഒരു ആരാധിക വിളിച്ചിട്ട് നിങ്ങൾ അവരോട് വളരെ മോശമായിട്ടല്ല സംസാരിച്ചത്. ഒരു ആരാധിക, ഒരു ഫാൻ ഗേൾ എന്നെ ഫാൻ ഗേൾ വിളിച്ചത് പ്രാങ്ക് കോൾ പോലെയാണ്. അവള് പറഞ്ഞത് എനിക്ക് നിങ്ങളെ അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് അറിയില്ല, പക്ഷെ എനിക്ക് നിങ്ങളെ അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു ഷോയുടെ ഇടയിൽ ഒരു പ്രാങ്ക് കോൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ലല്ലോ. ഓ നിങ്ങൾക്ക് എല്ലാം അറിയാം, എല്ലാം അറിയാം. നിങ്ങളെ വിക്കിപീഡിയ ആണോ? ഓ അപ്പൊ അഹങ്കാരത്തിന്റെ മൂർത്തി ഭാവം. ഭയങ്കര വലിയ അഹങ്കാരം. കഷ്ടം. ഇതിനെയൊക്കെ എന്ത്? നിങ്ങൾ കുറച്ച് ബുക്സ് ഒക്കെ വായിക്കുമായിരുന്നു. അഞ്ച് ബുക്കിന്റെ പേര് പറയട്ടെ. അഗ്നിച്ചിറകുകൾ, ദ വിങ്സ് ഓഫ് ഫയർ, അബ്ദുൽ കലാമിന്റെ. ദെൻ മാധവിക്കുട്ടിയുടെ മൈ സ്റ്റോറി. മലയാളം വായിക്കാൻ അറിയാം? എനിക്ക് വായിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും സ്റ്റോറി ബുക്ക് വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? സ്പൈഡർമാൻ കോമിക്സ് അല്ല ഉദ്ദേശിച്ചത്. ഞാൻ ആക്ച്വലി റോബിൻ ശർമ്മയുടെ ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ എന്ന് പറഞ്ഞ റോബിൻ ശർമ്മയൊക്കെ വായിക്കും. ചേതൻ ഭഗത് വായിക്കാറുണ്ടോ? എല്ലാം ബുക്കല്ല, എല്ലാം റോബിൻ ശർമ്മ ഇഷ്ടമാണ്. റോബിൻ ശർമ്മ കുഴപ്പമില്ല, നല്ലൊരു റൈറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ എന്റെ ലാസ്റ്റ് പടം ചെയ്ത് വടക്കൻ സിനിമയില് നമ്മുടെ റൈറ്റർ ആയിരുന്നു ഉണ്ണി സാറ്. തനിക്ക് ഞാനൊരു ബുക്ക് റെഫർ ചെയ്യട്ടെ താങ്കൾക്ക്? ചെകുത്താന്റെ പണിപ്പുര. ചെകുത്താന്റെ പണിപ്പുര. പണിപ്പുര. യെസ്. ഓക്കേ. ഡെവിൾ വർക്ക്ഷോപ്പ്. ഡെവിൾസ് വർക്ക്ഷോപ്പ്. യാ. ചെകുത്താന്റെ പണിപ്പുര. എന്തിന്റെ ബുക്കാ അത്? അത് വായിക്കേ, നിങ്ങൾക്ക് പറ്റും. നിങ്ങളുടെ ഈ സ്വഭാവത്തിന് പറ്റിയ ബുക്ക് ആണോ? നിങ്ങളുടെ ലൈഫിൽ എത്ര പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്? എന്റെ ലൈഫ് ആക്ച്വലി എനിക്ക് പ്രണയം വന്നിട്ടുണ്ടോ? ഈ ലുക്ക് കണ്ടിട്ടാലും സ്വഭാവം കണ്ട അപ്പം തന്നെ ഓടുമല്ലോ.
ഓടാണ്ടാണ്, പക്ഷെ എന്തിനാ വന്നെ എനിക്ക് ഉണ്ടോ? അപ്പൊ പ്രണയിച്ചിട്ടുണ്ടോ? പ്രണയിച്ചിട്ടുണ്ട്. എനിക്കും നിങ്ങൾ അങ്ങോട്ടല്ല, നിങ്ങൾ പ്രണയിക്കും, നിങ്ങൾ മറ്റേ അതാണോ ലുക്ക് കാര്യത്തിലൊന്നും പോയിട്ടുണ്ടാവും. അതൊക്കെ എടാ എല്ലാ ഹ്യൂമൻസും ലുക്ക് നോക്കിയിട്ടല്ലോ നിങ്ങളുടെ ലക്ഷം കണ്ട് നിങ്ങൾ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? പ്രണയിച്ച് പറ്റിച്ചിട്ടുണ്ടോ? ഈ മനുഷ്യൻ ചോദ്യം കേൾക്കത്തുമില്ല, ഈ മനുഷ്യൻ ചോദ്യത്തിന് ആൻസറും ഇല്ല. ഒരു കാര്യം ഷോ ഡയറക്ടർ അപ്പൂസ് എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ പറ, എന്നോടാ ചോദ്യങ്ങൾ, എന്നെ ഇന്റർവ്യൂ ഞാനിരിക്കാം. പുള്ളിയെ ഹോസ്റ്റലിലെ ഗോസ്റ്റ് ആയിട്ട് സംസാരിച്ചോട്ടെ കുറച്ചെങ്കിലും. ഞാനിവിടെ വെറുതെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഹോട്ട് സീറ്റിൽ വെൽക്കം. ക്വസ്റ്റ്യൻ ആൻസർ വേണ്ടേ നിങ്ങൾക്ക്? നിങ്ങൾ ഇന്നേ വരെ ഞാൻ ആൻസർ വേണോ ഇല്ലേ? ഉത്തരം വേണോ? ക്വസ്റ്റ്യൻ ചോദിച്ചു അപ്പൊ സമയം തരൂ. ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യട്ടെ. നിങ്ങൾ ക്വസ്റ്റ്യൻ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നല്ലോ? മൊത്തം കേട്ടു. അതുകൊണ്ട് ഞാൻ സംസാരിക്കും. അങ്ങനെയാണ് നിങ്ങള് സീരിയസ്ലി പ്രോമിസ്. നിങ്ങൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞോ ഹോട്ട് സീറ്റ് വന്നു. സംസാരിക്കാം, നമുക്ക് ചില്ല് ചെയ്യാലോ. എന്തിനാ നിങ്ങൾ ഇതൊക്കെ രേണുസുതി ഒക്കെ ഇരുന്ന രേണുസുതി ആറാട്ടനൊക്കെ ഇരുന്ന ഹോട്ട് സീറ്റ് ആണ് ഇത്. അവരൊക്കെ പൊളിച്ച ഹോട്ട് സീറ്റ് ആണ് ഇതൊക്കെ, മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ല, നമുക്ക് നോർമലി സംസാരിക്കാം. ഫൈറ്റ് ചെയ്യണോ കമ്പൽസറി അല്ലല്ലോ. ദിസ് ഈസ് ഹോട്ട് സീറ്റ് മാൻ. ഹോട്ട് സീറ്റ് പറഞ്ഞാൽ ചൂടാ ക്യൂട്ട്നെസ് മാറി വിതർന്ന മറ്റേ പക്ഷെ എനിക്കിത് ഹോട്ടായിട്ട് തോന്നുന്നുണ്ട്. സീറ്റിൽ ഇരുന്നിട്ടില്ല ഞാൻ വന്നിട്ട് ഇങ്ങനെ ഞെരുവിരി കൊള്ളുകായിരുന്നു. ഐ മീൻ ചുമ്മാ ഇങ്ങനെ ജിഗിൾ ചെയ്തോണ്ടിരിക്കുകയാണ്. എന്റെ കംഫർട്ട് എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ തോന്നും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ശ്രാര്യൻ, ഇതൊരു വഴക്കാളി ഷോ അല്ല. യു ആർ ഫൈൻഡിങ് ഇറ്റ് അൺകംഫർട്ടബിൾ മീ സിറ്റിംഗ് ലൈക്ക് ദിസ്? യെസ് ഓർ നോ? നിങ്ങൾ ശോഭാഗ്രഹത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അൺകംഫർട്ടബിൾ ആണോ ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോ? നിങ്ങൾ അൺകംഫർട്ടബിൾ ആണോ എന്നാണ് ചോദിച്ചത്. നിങ്ങൾ മൊത്തത്തിൽ ഒരു ബോഡി അൺകംഫർട്ടബിൾ ആണ് ഇങ്ങനെ ഇരിക്കുമ്പോഴേ നിങ്ങൾ മൊത്തത്തിൽ എനിക്കൊന്നും സംസാരിക്കണം. യെസ് ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കുക. ഇത് നമ്മൾ മറ്റേ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും? ഇത്രയും പ്രായമുള്ള എങ്ങനെയാണ് പറയാൻ പറ്റുക? കോളേജിൽ നിന്നൊക്കെ പഠിക്കുന്ന നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് വായു കണ്ണടച്ചിരിക്കുക. ഒരു മിനിറ്റ് കണ്ണടച്ചു. പറ്റില്ല, അതേ പറ്റില്ല, അതേ ചിരിക്കുന്നുണ്ടോ? കണ്ണലടിക്കാൻ പറഞ്ഞേ, വായ അടയ്ക്കാൻ അടച്ചിട്ടില്ല ഇത്ര നേരമായിട്ടും. ഇല്ല എന്റെ കണ്ണ ക്ലോസ്ഡ്, എന്റെ വായ മാത്രം കണ്ടോ? ഒറ്റ സെക്കൻഡ് അടച്ചിട്ടില്ല. ഒരു മിനിറ്റ് ഒറ്റ സെക്കൻഡ് അടച്ചിട്ടില്ല. കണ്ണോ? മനസ്സിലായി. വായു കണ്ണ് ക്ലോസ് ആണോ? വായും പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഉത്തരത്തിന് നിങ്ങൾ തോക്കുമ്പോ നിങ്ങൾ എന്ന് പറയും തെറ്റാണെന്ന്. എത്ര സമയം ബാക്കിയുണ്ട്? ഒരു മിനിറ്റ് ആവാനായോ? ഈ ഹോട്ട് സീറ്റ് വല്ല കിഡ്സ് പാർക്കിലും വെക്കുന്നത് അതായിരിക്കും നല്ലത്. ഞാൻ പോവും. അത് പൊളി. ഒരു അമ്മയും ഒരു മോനും. അമ്മയൊരു മോനോ? എന്ത് പ്രഹസനമാണ് ഇത്? എവിടെ അപ്പോസ്? എനിക്ക് വയ്യ, ഞാനിത് ചെയ്യില്ല. ദിസ് ഇസ് ടു മച്ച്. കിഡ്സ് പാർക്കിലൊക്കെ അപ്പൊ കറക്റ്റ് ആയിരിക്കും, പക്ഷെ നിങ്ങളെ കേറ്റാൻ പറ്റില്ലല്ലോ. കുഴപ്പമില്ല, മദേഴ്സും ഗ്രാൻഡ് മദേഴ്സും കേറ്റാം. ക്യാമറ പേഴ്സൺസ്, ഈ ഹോട്ട് സീറ്റ് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദിസ് ഇസ് അബ്സോർഡ്, ടോട്ടലി അബ്സോർഡ് ആണ്. ഇത് ഹ്യൂമിലിയേഷൻ ആണ്. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു, എന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പറഞ്ഞു ഈ ഹോട്ട് സീറ്റ് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല. ഒരു മിനിറ്റ് എടുത്തിട്ട് പോ കൊണ്ടുപോക്കിയോ.